നമസ്കാരം. രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് കേട്ടിട്ടില്ലേ? അത്തരത്തിൽ ഒരു രാജഭക്തിയാണ് ഇന്നത്തെ സെയിലിംഗ് കമന്ററി. ഇന്നലെ എക്സിറ്റ് പോളിന്റെ ഫലമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് അദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ കേരളത്തോടും ഇന്ത്യയോടും ഒക്കെ പറയണമെന്ന് തോന്നി. വാസ്തവത്തിൽ ഇത്തരം ആളുകൾ കഴിഞ്ഞ 30 വർഷത്തിനകം എപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിലെന്ന് ഞങ്ങൾ പലതവണ ആഗ്രഹിച്ചിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതിയൊരു കുറിപ്പ് സെയിലിംഗ് കമന്ററിയുടെ ഒരു സുഹൃത്താണ് ഇന്നലെ എനിക്ക് അയച്ചു തന്നത്. ഒരല്പം ദീർഘമാണ്. എന്നാൽ പോലും കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി, ഞാൻ പേരും പറയുന്നില്ല, കൂടുതൽ ഡീറ്റെയിൽസും തരുന്നില്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആളെ മനസ്സിലാവും, ഒരു വ്യക്തിഹത്യയ്ക്ക് ഒരുങ്ങുന്നില്ല. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്, ഒരു വ്യവസായിയാണ്. കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ, രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലങ്ങളിലൊക്കെ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരാളാണ്. തൽക്കാലം അത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇൻ ദിസ് റീസെന്റ് ക്രൈസിസ് I find a silver lining for Vizhinjam deep water container terminal. ഒരു രജതരേഖ ഈ ക്രൈസിസിന്റെ നടുവിൽ ഞാൻ കാണുന്നുണ്ട്. It is now necessary for the government of India and government of Kerala to take a strategic view of the Vizhinjam port as a long-term asset. കുറച്ചു കാലത്തേക്കൊന്നുമല്ല, ദീർഘനാളത്തേക്കുള്ള ഒരു അസറ്റായിട്ട് അതിനെ പരിഗണിക്കണം. A long-term asset that needs to be developed to become India's main asset in global trade. ഇന്ത്യയിലെ മെയിൻ അസറ്റ് എന്നൊക്കെ പറയാൻ കഴിവുള്ള, അത് സംബന്ധിച്ച വസ്തുതകളൊക്കെ അറിയാവുന്ന ആളാണ്. പക്ഷെ ഒറ്റ വിയോജിപ്പേ ഉള്ളൂ, കഴിഞ്ഞ 30 വർഷം എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞില്ല എന്നുള്ളതാണ്. ട്രേഡിനെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളാണ്, കയറ്റുമതിയെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ്. ഈ വാക്കുകൾ ഒരു 10 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു 15 കൊല്ലം മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രോജക്റ്റിനെ വളരെയധികം വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു. അന്നൊക്കെ അദ്ദേഹം ബോധപൂർവം നിശബ്ദത പാലിച്ചു. ബീയിങ് എ ഡീപ് വാട്ടർ പോർട്ട് അറ്റ് വിച്ച് ദ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് മദർ വെസൽസ് ഹാവ് ബീൻ കോളിംഗ്, ദർ ഇസ് നോ നീഡ് ഫോർ വെസൽസ് ടു ഗോ ടു ദി അതർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട്സ് ലൈക്ക് ദുബായ് ടു ട്രാൻസ്ഫർ ബോക്സസ് ഫോർ ഓൺവേർഡ് ട്രാൻസ്ഷിപ്മെന്റ്. മനസ്സിലായല്ലോ, വേറെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ആവശ്യമില്ല. ദുബായ് പോലുള്ള ഒരു പോർട്ടിൽ ഇനി ഇന്ത്യയുടെ കാർഗോ പോകേണ്ട കാര്യമില്ല. ഇതെല്ലാം കൃത്യമായി ഏതൊക്കെ പോർട്ട് കയറി ഇറങ്ങി പോകുന്നു എന്നൊക്കെ ധാരണയുള്ള ആളാണ് ഈ സംസാരിക്കുന്നത്. അങ്ങനെ കയറി ഇറങ്ങി പോകുന്നത് കൊണ്ടുള്ള നഷ്ടം അദ്ദേഹത്തിന് കൃത്യമായി അദ്ദേഹത്തിന്റെ ഉൽപ്പന്നത്തിന് മേൽ ചുങ്കം അടിച്ചു കൊടുത്തതൊക്കെ അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാം. മച്ച് ഓഫ് ഇന്ത്യസ് എക്സ്പോർട്ട് ഷിപ്മെന്റ് ടുഡേ ഗോസ് ത്രൂ ദുബായ് ഓർ കൊളംബോ ഓർ സിംഗപ്പൂർ ഫോർ ദിസ് റീസൺ. ദിസ് ഇസ് നോട്ട് ഓൺലി ആഡ്സ് കോസ്റ്റ് and time but adds risk too. നമുക്ക് ഇത്ര നാൾ മനസ്സിലാത്ത ഒരു റിസ്ക്കും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ കാർഗോയിൽ ചിലപ്പോൾ റിസ്ക് ഇൻവോൾവ് ആയിട്ടുണ്ടാവും. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ടാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. നമ്മൾ സമയവും പണവും ലാഭിക്കാം എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ റിസ്ക്കും ഒഴിവാക്കാം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. ദി ജയന്റ് മദർ വെസൽസ് കോളിംഗ് അറ്റ് വിഴിഞ്ഞം പോർട്ട് ടു പിക്കപ്പ് ഓർ ഡ്രോപ്പ് ഓഫ് ബോക്സസ് will not need to call at ports like Dubai and mostly go only a few destination ports across the globe. ദുബായ് പോലുള്ള പോർട്ടുകളിലൊന്നും ഇനി ഇവിടുന്ന് നമ്മുടെ തുറമുഖത്ത് നിന്ന് ദുബായിലോട്ട് പോകണ്ട, സിംഗപ്പൂരിൽ പോകണ്ട, കൊളംബോയിൽ പോകണ്ട, നേരിട്ട് പല ഡെസ്റ്റിനേഷനിലും ഫ്യൂ ഡെസ്റ്റിനേഷൻസ് പോർട്ട് അക്രോസ് ദ ഗ്ലോബ്. ലോകത്തിൽ തന്നെ അപൂർവം ചില പോർട്ടിൽ, മെയിൻ പോർട്ടിൽ കൊണ്ടുപോയി ഡെലിവറി ചെയ്യുന്ന ജോലി മാത്രമാണ് നമ്മുടെ തുറമുഖത്തിനുള്ളത്. അവിടെ നിന്ന് ഫീഡർ വെസലിൽ കളക്ട് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇതൊക്കെ കൃത്യമായി അറിയാം. ഞാൻ പിന്നെയും അത് ആവർത്തിക്കുന്നില്ല. ഇന്ത്യ ഷുഡ് ഡെവലപ്പ് എ സ്ട്രാറ്റജി. ഇന്ത്യയുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യ ഷുഡ് ഡെവലപ്പ് എ സ്ട്രാറ്റജി ടു ഫുള്ളി യൂട്ടിലൈസ് ദി കണ്ടെയ്നർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഓഫ് വിഴിഞ്ഞം ആൻഡ് ഈവൻ ബൂസ്റ്റ് ഇറ്റ് ബിയോണ്ട് ദി 5 million TEUs. സർക്കാർ 5 മില്യൺ വരെയാണ് പറയുന്നത്. അതിനപ്പുറം കൊണ്ടുപോകണമെന്ന് ആദ്യമായിട്ട് ഒരു വ്യവസായി, ഉദ്യോഗസ്ഥരിപ്പോൾ ചിലർ പറഞ്ഞു തുടങ്ങി. വ്യവസായ ലോകത്ത് നിന്ന് ഒരാൾ പറയുന്നു 5 മില്യൺ എന്ന് പറഞ്ഞാൽ അദാനിയുടെ ഘട്ടത്തിൽ നിർത്തരുത്, അതിനപ്പുറം പോകണം.
ബിയോണ്ട് ദി 5 MTUs which will be its cap. ഇപ്പോൾ അതാണ് ഒരു പരിധി. ഇറ്റ്സ് വൺസ് ദ സെക്കൻഡ് ഫേസ് എക്സ്പാൻഷൻ ഇസ് കംപ്ലീറ്റഡ്. സെക്കൻഡ് ഫേസ് തീരുമ്പോൾ 5.7 മില്യൺ 57 ലക്ഷം എന്നുള്ളതാണ് ഒരു ക്യാപ്പ്. അവിടെ കൊണ്ട് നിർത്താതെ മുന്നോട്ട് പോകണമെന്നാണ് അദ്ദേഹം ഉപദേശിക്കുന്നത്. ദ ഡെവലപ്മെന്റ് ഓഫ് കോസ്റ്റൽ ഷിപ്പിംഗ് ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ദ ഡെവലപ്മെന്റ് ഓഫ് കോസ്റ്റൽ ഷിപ്പിംഗ്, റെയിൽവേസ് ആൻഡ് ഹൈവേസ് that is happening in India will need to be further strengthened to ensure that boxes are moved efficiently and speedily to Vizhinjam to await shipment to ultimate destinations. അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും വിഴിഞ്ഞത്തോട്ട് വരാം, വിഴിഞ്ഞത്ത് നിന്നും പോകാം. അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ റോഡ്, റെയില് തുടങ്ങിയ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എല്ലാം രൂപപ്പെടുത്തണമെന്നാണ് അദ്ദേഹം നൽകുന്ന ഉപദേശം. നമ്മളൊക്കെ പറയുന്നതിന്റെ ഏകദേശം 1000 ഇരട്ടി ഇഫക്റ്റ് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റും, അദ്ദേഹം എഴുതിയാലും പറഞ്ഞാലും. പക്ഷെ ഇതെന്തുകൊണ്ട് നേരത്തെ ചെയ്തില്ല എന്നത് മാത്രമാണ് സേലിംഗമൻറയുടെ പരാതി. പരാതിക്ക് ഒരു വാൽക്കഷണം കൂടിയുണ്ട്. അദ്ദേഹം ഇത് ചെയ്തില്ലെങ്കിലും അദ്ദേഹം സ്വന്തമായ ഒരു വ്യവസായം തുടങ്ങി അത് വിജയിപ്പിച്ച് കുറച്ചു പേർക്ക് ജോലി കൊടുത്തു. അതുകൊണ്ട് രാഷ്ട്രീയക്കാരെ വിമർശിക്കുന്നത് പോലെ ഞാൻ ഇദ്ദേഹത്തെ വിമർശിക്കുന്നില്ല. കുറഞ്ഞ പക്ഷം അദ്ദേഹത്തിന്റെ സ്ഥാപനമെങ്കിലും വളർത്തിയെടുക്കാൻ ശ്രമിച്ചു, അതിൽ വിജയിച്ചു. പരാതി അദ്ദേഹത്തിന് ഇതുപോലെ ഒരു ഫോൺ വിളിയിലോ ഒരു കുറിപ്പിലൂടെയോ ഈ തുറമുഖത്തെ ഒരു കൈത്താങ്ങ് നൽകാൻ കഴിയുമായിരുന്ന കാലം അന്നൊക്കെ ഞങ്ങളത് വളരെയധികം ആഗ്രഹിച്ചിരുന്നു. ആ സമയത്ത് അതുണ്ടായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെ പോലുള്ള ചിലർ ഞങ്ങളെ അവഹേളിക്കുകയും ചെയ്തു. മസ്കറ്റ് ഹോട്ടൽ വെച്ച് നടന്ന ഒരു സെമിനാറിൽ ഒരു പ്രധാനപ്പെട്ട വ്യവസായി, ഇദ്ദേഹമല്ല മറ്റൊരു വ്യവസായി എന്റെ മുഖത്തു നോക്കി പറഞ്ഞത്, ഞാൻ അനാവശ്യമായി തുറമുഖത്തെക്കുറിച്ച് ഹൈപ്പ് പറയുന്നു എന്നാണ്. വ്യാജം പൊള്ളയായ കാര്യങ്ങൾ പറയുന്നു എന്നാണ് അദ്ദേഹം അന്ന് ഒരു 20 വർഷം മുമ്പായിരിക്കാം പറഞ്ഞത്. ഇപ്പൊ അദ്ദേഹം ഒന്നും വാ തുറക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹവും വാ തുറക്കുമെന്ന് കരുതാം. കഴിഞ്ഞ മാസത്തെ ട്രാക്കത്തോൺ വിജയി ഡോക്ടർ കോശിയാണ്. ഏകദേശം 63 ദിവസം എടുത്ത് അങ്കോള, നമുക്ക് വളരെ അടുത്ത് തന്നെ എന്ന് പറയാവുന്ന സ്ഥലമാണ്, കൊച്ചി, മുണ്ട്ര, കോങ്കോ, ലുവാണ്ട, ക്യാപിറ്റൽ ഓഫ് അങ്കോള, 63 ദിവസമാണ് എടുത്തത്. 63 ദിവസത്തേക്കാൾ കൊച്ചിയിൽ നിന്ന് നേരെ പോയത് മുണ്ട്രയിലോട്ടാണ്. പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും. ആ കഥ പറയാൻ സഹായിച്ച ഡോക്ടർ കോശിയുടെ ട്രാക്കത്തോടാണ് കഴിഞ്ഞ മാസത്തെ വിജയി. ഇവിടെ ഒരു കമ്പാരിസൺ കൂടി ഇപ്പോൾ പറയാൻ പറ്റും. ട്രിവാൻഡ്രം ലുവാണ്ട എന്ന് പറയുന്നത്, ലുവാണ്ട കഴിഞ്ഞ് ഒരു ദിവസം കൂടി ഓടിയാലാണ് തെമ്മയിലെത്തുന്നത്. മിനിമം ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം കൂടി ഓടിയാൽ തെമ്മയിലെത്തും. 1-2 ദിവസം എടുക്കും. ആ തെമ്മയിലെത്താൻ 19 ദിവസമാണ്, 19 ദിവസം. അപ്പോൾ ലുവാണ്ടയിലെത്താൻ ഒരു 17 ദിവസമാണെങ്കിൽ ഇവിടെ 63 ദിവസമാണ്. കൊച്ചി, മുണ്ട്ര, കോങ്കോ, ലുവാണ്ട ഗേറ്റ് തുറക്കരുത്. ട്രാക്കത്തോളിലെ ഈ ട്രിവാൻഡ്രം ലുവാണ്ട, അതിന് വേറൊരു താരതമ്യം കൂടെയുണ്ട്. മനു മറ്റൊരു കണ്ടെയ്നറിന്റെ കഥ അയച്ചത് ബാംഗ്ലൂർ, ചെന്നൈ, ട്രിവാൻഡ്രം, തെമ 31 ദിവസം. ഇപ്പൊ നേരത്തെ തൊട്ടു മുമ്പ് പറഞ്ഞല്ലോ, എം എസ് സി മീനയാണ് 19 ദിവസം കൊണ്ട് എത്തിയതെങ്കിൽ മനുവിന്റെ കണ്ടെയ്നർ ബാംഗ്ലൂർ, ചെന്നൈ, ട്രിവാൻഡ്രത്ത് വന്നിട്ട് തെമയിലോട്ട് പോകാൻ 31 ദിവസം. ഒരിക്കൽ കൂടി പറയുന്നു, ഗേറ്റ് തുറക്കരുത്.